നമസ്കാരം. CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ, കേരളത്തിലെ അവസ്ഥ അതീവ പരിതാപകരമാണ് എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. പിണറായി തന്നെ പാർട്ടിയെ വിഴുങ്ങിയ അവസ്ഥയാണ്. പിണറായി ഇല്ലാതെ പാർട്ടിയില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഏതാനും വർഷം മുൻപ് ബംഗാളിൽ. അതായത് ബംഗാളിൽ ഇതുപോലെയുള്ള ഏകാധിപത്യ പ്രവണതയും അതുപോലെ തന്നെ പാർട്ടിക്ക് തോന്നിയത് എന്തും ചെയ്യാം. നന്ദിഗ്രാമിലും സിംഗൂരിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാം, ജനങ്ങളെ അടിച്ചമർത്താം. ഈ ഒരു ചിന്താഗതിയായിരുന്നു CPM-നുണ്ടായിരുന്നത്. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ലോകത്തിലെ ഏറ്റവും മോശം ജനങ്ങളിൽ ഒരു വിഭാഗം ഇപ്പോഴും കേരളത്തിലുണ്ട്. ആരും ഞെട്ടണ്ട, തുടർന്ന് വായിച്ചാൽ മനസ്സിലാകും. ഭാരതത്തിൽ ജനിച്ച ലോകത്തോളം വളർന്ന വിശ്വപൗരന്മാരിൽ മിക്കവരും പശ്ചിമ ബംഗാളിൽ ജനിച്ചവരായിരുന്നു. സ്വാമി വിവേകാനന്ദൻ, വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നിവർ ചെറിയ ഉദാഹരണങ്ങൾ. സാംസ്കാരിക രംഗത്തും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും വളരെയേറെ അതിപ്രശസ്തരെ സംഭാവന ചെയ്ത നാടാണ് ബംഗാൾ. നമുക്കറിയാം, കലയുടെയും സംസ്കാരത്തിന്റെയും കേദാരമായിരുന്നു ബംഗാൾ. ദേശസ്നേഹികളുടെയും വിപ്ലവകാരികളുടെയും പറുദീസ. 100 സ്വാതന്ത്ര്യ സമര സേനാനികൾ രക്തസാക്ഷിത്വം വരിച്ച ബംഗാൾ. ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞരെ നൽകിയ ബംഗാൾ. മഹർഷി അരവിന്ദനും ഖുദിറാം ബോസും റാഷ് ബിഹാരി ബോസും യോഗേഷ് ചന്ദ്ര ചതോപാധ്യായും ചിത്തരഞ്ജൻ ദാസും ജതീന്ദ്രനാഥ് ദാസും ബിനോയ് ബസുവും ജനിച്ച ബംഗാൾ. ശ്യാമപ്രസാദ് മുഖർജിയും ബിപിൻ ചന്ദ്രപാലും മതങ്കിനി ഹസ്രയും ശിശിർ കുമാർ ഘോഷും പിറന്ന മണ്ണ്. സത്യജിത് റേയുടെയും ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെയും ഗൗതം ഘോഷിന്റെയും തപൻ സിൻഹയുടെയും മൃണാൾ സെന്നിന്റെയും ജന്മം കൊണ്ട് പുണ്യം നേടിയ ബംഗാൾ. ഇന്ന് ബംഗാളിന്റെ ദയനീയ അവസ്ഥ വിവരണാതീതമാണ്. ലോകത്തിന് തന്നെ മാതൃകയാകേണ്ട കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ ശാസ്ത്രീയ രംഗത്ത് എത്രയോ ഉന്നതിയിലെത്തേണ്ടിയിരുന്ന ബംഗാൾ ഇന്നെവിടെ? ബംഗാളികൾ ഇന്ന് ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും തോട്ടിപ്പണിയും കൂലിപ്പണിയും മരംവെട്ടും വണ്ടിവലിയും പൊറോട്ട അടിയും പിന്നെ കഞ്ചാവും മയക്കുമരുന്ന് തുടങ്ങി പല വാണിഭങ്ങളും ചെയ്ത് മറ്റുള്ളവരുടെ ആട്ടും തുപ്പുമേറ്റ് പുഴുക്കളെ പോലെ ജീവിക്കുന്നു. ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കാൻ ബംഗാളികൾ ചെയ്ത തെറ്റ് എന്താണെന്നോ? കമ്മ്യൂണിസം എന്ന വിദേശ തത്വശാസ്ത്ര വിഷസർപ്പത്തിന് തേനും പാലും കൊടുത്തു വളർത്തി അവരെ ഭരണമേൽപ്പിച്ചു. അവർ ബംഗാളിന്റെ സംസ്കൃതിയെ നശിപ്പിച്ചു. സാഹിത്യത്തെ, കലയെ, വിദ്യാഭ്യാസത്തെ, ശാസ്ത്രത്തെ എന്നുവേണ്ട സാധാരണ ജനങ്ങളുടെ ചിന്തയെ, വിദ്യയെ എന്നിങ്ങനെ സർവ്വതും നശിപ്പിച്ചു. ഭാരതത്തിന്റെ ചരിത്രമോ സംസ്കാരമോ പഠിപ്പിച്ചതുമില്ല. ബംഗാളിന്റെ മഹത്പുത്രന്മാരെ കുറിച്ചും പഠിപ്പിച്ചില്ല. പകരം ഊതിപ്പെരുപ്പിച്ച മാർക്സിനെയും എംഗൽസിനെയും ലെനിനെയും സ്റ്റാലിനെയും കുറിച്ച് പഠിപ്പിച്ചു. മാർക്സിസവും കമ്മ്യൂണിസവും പഠിപ്പിച്ചു. മയക്കുമരുന്നിന് അടിമയായ ചെഗ്വേരെ ആരാധിക്കാൻ പ്രേരിപ്പിച്ചു. പ്രാദേശിക ആഘോഷങ്ങൾ ആഘോഷിക്കാൻ അനുവദിക്കാതെ മെയ് ദിനത്തെയും റഷ്യൻ വിപ്ലവ ദിനത്തെയും ആഘോഷമാക്കി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രാഷ്ട്രീയമായും സാംസ്കാരികമായും കലാപരമായും ശാസ്ത്രപരമായും വിദ്യാഭ്യാസപരമായും ലോകത്തിൽ തന്നെ മുന്നിലായിരുന്ന ജനത ഇന്ന് വട്ടപൂജ്യമായി. കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും ഡൽഹിയിലെയും ആളുകളുടെ വേല ചെയ്ത് ഉദരപൂരണം നടത്തുന്നു. ഇതിന് കാരണം 34 വർഷം തുടർച്ചയായി CPM എന്ന ഭീകരർ ഇവിടെ ഭരിച്ചു എന്നുള്ളതാണ്. ലോകം മുഴുവൻ 50-ലധികം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒന്നാണ് കമ്മ്യൂണിസം എന്ന ഭീകരത. ഇന്ന് ലോകം മുഴുവൻ ഈ ഭീകരരെ തള്ളിക്കളഞ്ഞു. ബംഗാളികൾക്ക് അവബോധമുണ്ടായപ്പോൾ ആ ഭീകരരെ അവർ പട്ടിക്ക് പുറത്താക്കി. ബംഗാളികളുടെ മാതൃക ത്രിപുരയിൽ കൈക്കൊണ്ടു. പക്ഷേ പ്രക്ഷുബ്ധം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികളിലെ ഒരുപറ്റം പമ്പര വിഡ്ഢികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ വിഡ്ഢികൾക്ക് മനസ്സിലായി വരുമ്പോഴേക്കും ഇവിടെ ബംഗാളിനേക്കാൾ കഷ്ടമായിരിക്കും. ഒരു വിഭാഗം ഭീകരരുടെ മണ്ടൻ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് മലയാളികൾ മൊത്തമായിരിക്കും. ഇനിയും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ സർവനാശം തന്നെ ഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും കേരള ജനത കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് വിശദമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇത്. കമ്മ്യൂണിസ്റ്റ് ഭീകരത, ശരിക്കും ഇതൊരു ഭീകരത തന്നെയാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തത്വശാസ്ത്രങ്ങൾ. ഇവിടെ കൊല്ലും കൊലയും തീവെപ്പും കൊള്ളിവെപ്പും ഉപ്പിട്ട് കുഴിച്ചുമൂടലും ജീവനോടെ ഉപ്പിട്ട് കുഴിച്ചുമൂടലും ഒക്കെ തങ്ങളുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ ഭാഗമായി ആവിഷ്കരിക്കുന്ന ചീഞ്ഞു നാറിയ രാഷ്ട്രീയ മലം, അതിലും ചീഞ്ഞു നാറിയത്, മലവും ചീഞ്ഞു നാറിയാൽ എന്തായിരിക്കും? ആ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസം ഇന്ന് ലോകത്ത് പോയി കഴിഞ്ഞു. ഇവിടെ കേരളത്തിൽ മാത്രം ഇങ്ങനെ നിലകൊള്ളുന്ന, വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന, ആർക്കും മനസ്സിലാവാത്ത ഭാഷ വിളിച്ചു പറയുന്ന കുറെ മേലാളന്മാരുടെ മാത്രം പാർട്ടിയായി കമ്മ്യൂണിസം ഇന്ന് അവശേഷിക്കുന്നു. ഇവിടെ മുഷ്ടി ചുരുട്ടി ഉറക്ക വിളിക്കുന്നു ഇൻകുലാബ് സിന്ദാബാദ് എന്ന്. അതിന്റെ അർത്ഥം പോലും അറിയാൻ വയ്യാതെ കമ്മ്യൂണിസം ചുവട്ടിലെ മണ്ണൊലിച്ചു പോയി തകർന്ന തരിപ്പണമായി, ജനവിരുദ്ധ നയമായി, രാജ്യവിരുദ്ധ നയമായി മാറിയിട്ടും അതിനെയൊക്കെ പിന്തുണയ്ക്കുന്നവരോട് പരമ പുച്ഛം മാത്രം ഈ സമൂഹത്തിൽ. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.